ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ സദ്യയിലെ ഒരു വിഭവമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ സദ്യയിലും, ഓണസദ്യയിലായിക്കോട്ടെ അല്ലാതെ കല്യാണത്തിൻ്റെ സദ്യയിലായിക്കോട്ടെ എല്ലാത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അവിയൽ എന്ന് പറയുന്നത്. അവിയൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവം കൂടിയാണ്. അപ്പോൾ ഈ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അവിയൽ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും, അധികം പേര് അറിയുന്നവരായിരിക്കും, എന്നാലും അറിയാത്ത ചിലരുണ്ടാവും. പിന്നെ ഞങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളതും നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ചേന, കയ്പ, കായ, ക്യാരറ്റ്, പയറ്, മുരിങ്ങാക്കായ, ബീൻസ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊത്തമര, അതുപോലെ തന്നെ ഇളവൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് എടുക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് തേങ്ങ വേണം. ആ തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ള ഐറ്റംസും കൂടെ ചേർത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ടാണ് നമ്മളിതിൻ്റെ അരപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് ഏറ്റവും വേവുള്ള കഷ്ണങ്ങൾ, അത് കായയും ചേനയാണ് കേട്ടോ. അത് രണ്ടും മാത്രം ഇട്ടിട്ട് ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് വേവിക്കാൻ പോവാണേ. അവിയൽ നിങ്ങൾക്ക് അറിയാലോ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാനും പാടില്ല. കൂട്ടുകറി, ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ എടുത്ത കഷ്ണത്തിനനുസരിച്ച് 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി കേട്ടോ. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് അവിയലിന് ഉണ്ടാവുക. അപ്പോൾ ഓവറായി പോയാലും രസം ഉണ്ടാവില്ല. പിന്നെ ഒരു 4-5 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും വേണം. പിന്നെ അരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കണ്ട. പകരം കുറച്ച് തൈര് ആഡ് ചെയ്ത് അരച്ചെടുത്താൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അരഞ്ഞു പോവരുത്. തേങ്ങ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചേനയും കായയും എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി ഇത് വെച്ചിട്ട്. ഏകദേശം ആ ടൈം കൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം ചേനയും കായയും വേവിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് മുരിങ്ങാക്കായ ഒന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. മുരിങ്ങാക്കായ പെട്ടെന്ന് വെന്ത് പോകും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് കലങ്ങിപ്പോവും. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് മുരിങ്ങാക്കായ ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങാക്കായ ഇട്ടില്ല കേട്ടോ. മുരിങ്ങാക്കായ ഇടണ്ട. നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് 5 മിനിറ്റ്. ഇതൊന്ന് തിളക്കട്ടെ. ആ തിളക്കിന വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം ഒരു 5 മിനിറ്റ് നേരം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് അന്നേരം തന്നെ തീ കുറച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് വെക്കണേ. വെള്ളം ഞാൻ ആകെ 1/2 ഗ്ലാസ് നേരത്തെ ഒഴിച്ച് അത്രേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് വറ്റി പോകുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ഒഴിച്ചാൽ മതി. അത് ഓരോരുത്തരുടെ പാത്രത്തിനൊക്കെ അനുസരിച്ചിരിക്കും. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇതിൽ അങ്ങനെ വെള്ളം വറ്റി പോവില്ല.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങാക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ മതി, ഒരുപാട് ഫ്ലെയിമിലേക്ക് വെക്കണ്ട. കുറച്ച് വെച്ചിട്ട് തന്നെ 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് തുറന്ന് നോക്കാൻ പോവാണേ. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്ല വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ വെക്കാം. അപ്പോൾ വെള്ളം അടിയിൽ വറ്റി പോവാതെ ശ്രദ്ധിക്കണം. വെള്ളം കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വെക്കണം. ഇവിടെ ഒരുവിധം എല്ലാ പച്ചക്കറിയും വെന്തിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് വെന്ത് അലിഞ്ഞു പോകരുത് ഒരു പച്ചക്കറി, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കായ നമ്മൾ ലാസ്റ്റ് ഇട്ടുകൊണ്ട് മുരിങ്ങാക്കായും ഓവറായിട്ട് വെന്തിട്ടൊന്നുമില്ല, എന്നാൽ പാകത്തിനായി വരുന്നു. ഒരു ഇത്തിരിയും കൂടി. ഇനി നമ്മൾ തൈര് ഒഴിച്ച് ഇത്തിരി നേരം കൂടി തിളപ്പിക്കുക. ആ സമയം കൊണ്ട് അതും കൂടെ വെന്തോളും. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ഏകദേശം വറ്റിയില്ല എന്നുള്ള കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാനായി. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 3/4 കപ്പോളം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മുടെ പച്ചക്കറിക്കൊക്കെ അനുസരിച്ചാണ്. ഇവിടെ ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറിയിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ട് താനും. ഈ തൈര് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയിടണം. ലോ ഫ്ലെയിമിലാട്ടോ ഉള്ളത്, തീ കൂട്ടി വെക്കണ്ട. തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. പച്ചക്കറികളിലൊക്കെ നല്ലോണം തൈരൊന്ന് ഇളക്കി പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ഒരുപാട് തിളച്ച് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാളനൊന്നും ഉണ്ടാക്കണ പോലെയല്ല, അവിയൽ ഉണ്ടാക്കുമ്പോൾ തൈര് ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ മാക്സിമം 1 മിനിറ്റ്, അതിലപ്പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ തന്നെ തിള വന്ന് തുടങ്ങും. ഒരു മിനിറ്റ് നേരത്തിനുള്ളിൽ നമുക്കിത് തുറക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതാ ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീ നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പിന്നെയും വെള്ളം വേണം തോന്നുകയാണെങ്കിൽ, അത് അധികം വെള്ളം വറ്റിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ആ അരപ്പിൻ്റെ പാത്രം ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി വെള്ളം വേണോ വേണ്ടയോ എന്നുള്ളത്. ചേനയും കായൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ വെള്ളമൊക്കെ വല്ലാതെ വറ്റിപ്പോവും. ചിലർക്ക് കുറച്ചൊന്ന് കുറച്ചൊരു വെള്ളം പോലെയുള്ള അവിയലായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പം അതിനനുസരിച്ച് വേണം വെള്ളം പിന്നെ ഒഴിക്കണമെങ്കിൽ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാകത്തിനാണ്. ഇപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഒരു ഇത്തിരിയും കൂടി വെള്ളമാക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് അത്രേ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നുമില്ല, 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. അത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് നമ്മൾ തീനി കൂട്ടി വെക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു പച്ചച്ചവായ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചച്ചവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തീ കൂട്ടി വെക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയെന്ന് കണ്ടാൽ നമുക്കിത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നിർബന്ധമാണ്. പച്ച വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഓയിലിനെക്കാട്ടൊക്കെ നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അവിയലിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ആഡ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് എല്ലാവരും തീർച്ചയായിട്ടും അവിയൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമ്മുടെ ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളിലൊന്നായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അവിയൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾ ഈ സ്റ്റൈലിൽ തന്നെയാണോ ഉണ്ടാക്കാറ്? എന്തെങ്കിലും വ്യത്യാസമുള്ളവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല ഓണവുമായി ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.